തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ആലുംപീടിക ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവം, മഹാശിവപുരാണ ജ്ഞാനയജ്ഞം എന്നിവയ്ക്ക് തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ലാപ്പനവടക്ക് ആലുംപീടിക ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം, മഹാശിവപുരാണ ജ്ഞാന യജ്ഞം എന്നിവയ്ക്ക് തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് തിരുവാതിര പൊങ്കാലയും ധനുമാസ തിരുവാതിരയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി ഇരിങ്ങോർ പുറപ്പേരുമന നാരായണൻ വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യജ്ഞാചാര്യൻ ശ്രീജിത്ത് കൊട്ടാരക്കര, ക്ഷേത്ര മേൽശാന്തി ചങ്ങൻകുളങ്ങര ശ്രീപാദം സേതുമാധവൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് ഭദ്രദീപ പ്രകാശനം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ. അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം ജി. സുന്ദരേശൻ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആലുംപീടിക ആനന്ദേശ്വരം ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവമായിരുന്നു ആണ്ടുതോറും നടത്തി വരാനുള്ള മഹാശിവപുരാണ യജ്ഞവും അതിനോടനുബന്ധിച്ചുള്ള പാർവതി ദേവിയുടെ നടതുറപ്പുമാണ് നടന്നത്. ചിരപുരാതനമായൊരു ക്ഷേത്രമാണത്. പാർവതി ദേവിയുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വർഷത്തിൽ നടതുറക്കുന്ന പാർവതി ദേവി ക്ഷേത്രമാണ് ഈ ക്ലാപ്പനവടക്ക് ആനന്ദേശ്വരം ദേശത്ത് കുടികൊള്ളുന്നത്. ഈ പ്രദേശത്തെ ഭക്തജനങ്ങൾക്ക് അവിടെ ദുഃഖത്തിനും ദുരിതത്തിനും അവർ വിളിച്ചപേക്ഷിച്ചാൽ വിളികൊള്ളുന്നതുമായ ദേവിയാണ്. ഭക്തജനങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള ദേവിയാണ്. വർഷത്തിൽ 7 ദിവസമാണ് ഇവിടെ നട തുറക്കുന്നത്. ധനുമാസ തിരുവാതിര നാളോടുകൂടി, തുടർന്ന് ഈ മാസം ആഗസ്റ്റ് 19 വരെ നടതുറപ്പ്, പാർവതിയുടെ നടതുറപ്പ് ഉണ്ടാകും. ഓരോ വർഷവും അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ്. ഭക്തജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച്, അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഈ ദേവിയുടെ ചൈതന്യം വർദ്ധിക്കുന്നുണ്ട്. ഇനിയും ഭക്തജനങ്ങൾ ഈ ദേവിയുടെ ശക്തി അറിഞ്ഞ് വീണ്ടും എത്തിച്ചേരേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏക ക്ഷേത്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വർഷത്തിൽ നട തുറക്കുന്ന ക്ഷേത്രം. നടതുറപ്പിനോടനുബന്ധിച്ച് ഉഷപൂജ, ഗണപതി ഹോമം, തിരുവാതിര പൊങ്കൽ, മഹാമൃത്യുഞ്ജയ ഹോമം, കലശപൂജ, കലശാഭിഷേകം, സോപാന സംഗീതം എന്നിവയും നടന്നു. CDNet ന്യൂസ്, ഓച്ചിറ.